ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാത്സ് വിത്ത് നേഹ. സോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2 ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എക്സസൈസ് 2.2 ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആ ടോപ്പിക് ഒന്ന് ജസ്റ്റ് നോക്കണ്ടേ. ടോപ്പിക് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഇക്വേഷൻ ടു സിംപ്ലർ ഫോം എന്ന് പറയുന്നതാണ്. നമുക്ക് ആദ്യം ആ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പ് LCM എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പഠിക്കാം. LCM ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ 6ഉം 3ഉം ഇതിൻ്റെ LCM എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മൾ 6നെയും 3നെയും ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് പോലെ ഇങ്ങനെ ഇട്ടിട്ട് എഴുതുക. ആദ്യം 6ൻ്റെയും 3യും ചെയ്യാൻ പറ്റുന്ന പ്രൈം ഫാക്ടർ ഏതാ? 3 അല്ലേ? 3യുടെ ടേബിളിൽ 3 ഉണ്ട്, അതുപോലെ 6 ഉണ്ട്. 3 ചെയ്യുമ്പോൾ 3 × 2 അല്ലേടാ 6, അപ്പോൾ 6ൻ്റെ താഴെ 2 എന്ന് എഴുതുക. അതുപോലെ 3 × 1 അല്ലേ 3, അപ്പോൾ 1 എഴുതി. ഇനി നമ്മൾ നോക്കി ഇവിടെ 2 ഉണ്ട്, 1 ഉണ്ട്. ഇനിയുള്ള പ്രൈം ഫാക്ടർ ഏതാ? 1 ഒരു പ്രൈം ഫാക്ടറും അല്ല, ഒരു നാച്ചുറൽ നമ്പർ അല്ല, ഒന്നും അല്ല അല്ലേ? നമുക്കറിയാം പ്രൈം ഫാക്ടറിൻ്റെ കൂടെ കൂട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കി 2 ഉണ്ട്, 1 ഉണ്ട്. ഇതിലേതാ? 2 അല്ലേ ചെയ്യണ്ടേ? 2 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 × 1 2, അതുപോലെ 1ൻ്റെ അവിടെ 1 തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ആ ഒരു സംഭവം അവിടെ അവസാനിച്ചു. ഇനി നമ്മൾ നോക്കി 3 × 2 ചെയ്യുക. 3 × 2 ചെയ്യുമ്പോൾ എത്രയാണ്? 6 അല്ലേ? അപ്പോൾ ഈ 6ൻ്റെയും 3യുടെയും LCM എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കണ്ടുപിടിക്കണം. അപ്പോൾ 6 കിട്ടി. അതുപോലെ ഇപ്പം നമ്മൾ വേറൊരു നമ്പർ എടുക്കണേ. ഇപ്പം 8ഉം 4ഉം ആണെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ LCM എന്താണെന്ന് നോക്കാം. 8ഉം 4ഉം. അപ്പോൾ നമുക്കറിയാം 2 കൊണ്ട് ഇതിനെയൊക്കെ ചെയ്യാം അല്ലേ? പ്രൈം ഫാക്ടർ ആയിട്ടുള്ള 2 × 4 അല്ലേ 8, 2 × 2 അല്ലേ 4, അങ്ങനെ ചെയ്തു. ഇനി 4ഉം 2ഉം കിട്ടി. അപ്പോൾ 1 ആവുന്നവരെ നമ്മൾ ചെയ്യണം. ഇനി നമ്മൾ 4ഉം 2ഉം നോക്കുമ്പോൾ 2 ഉണ്ടല്ലോ, 2 കൊണ്ട് ചെയ്തില്ലേ ഇവർ? 2 × 2 4, 2 × 1 2, അപ്പോൾ ഒരു സൈഡിൽ 1 ആയി. ഇനി ബാക്കിയുള്ള ഈ 2 നോക്കിയാൽ 2 ഒരു പ്രൈം ഫാക്ടറാണ്. അപ്പോൾ 2 കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ 1ഉം 1ഉം കിട്ടുവേ. അപ്പോൾ നമുക്ക് 2 × 2 × 2 എന്ന് ചെയ്യാം. 2 × 4 4 × 8. അപ്പോൾ ഇവിടുത്തെ 8ൻ്റെയും 4ൻ്റെയും പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് 8 ആണ്. അതാണ് നമ്മൾ LCM കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഒരു ലീനിയർ ഇക്വേഷനാണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലീനിയർ ഇക്വേഷൻ തരാം. 6x + 1 ഡിവൈഡഡ് ബൈ 3 + 1 = x - 3 ഡിവൈഡഡ് ബൈ 6. ഇതിനെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കി, ഇതൊരു 6x + 1 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ x - 3 ഡിവൈഡ് ബൈ 6 എന്നൊക്കെ പറയുന്ന ഒരു ഫ്രാക്ഷണൽ ഫോമിലല്ലേ. ആദ്യം നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ 3യുടെയും ഈ 6ൻ്റെയും LCM കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് മോളിൽ തന്നെ അല്ലേ, അതൊന്നുകൂടി ചെയ്യുക. അപ്പോൾ 6ഉം 3യും LCM കണ്ടുപിടിക്കുക. 2 കൊണ്ട് ചെയ്യുക അല്ലേ വേണമെങ്കിൽ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? 2 കൊണ്ട് ചെയ്യുമ്പോൾ 3 കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ 3 കൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ 3 × 2 ആണ് 6, 3 × 1 3. ഇനി നമ്മൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 1ഉം 1ഉം കിട്ടി. അങ്ങനെ നമുക്ക് അവിടെ അവസാനിപ്പിക്കുമ്പോൾ 3 × 2 6 ആണ് ഇവിടുത്തെ LCM എന്ന് കിട്ടിയത്. അപ്പോൾ നമ്മളിവിടെ എല്ലായിടവും ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? 6 കൊണ്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യുവാണ്. മൾട്ടിപ്ലൈ ബൈ 6 LCM ആണ് കിട്ടിയില്ലേ, അതുകൊണ്ട്. ഇനി 6 കൊണ്ട് ഇവിടെ ചെയ്യുമ്പോൾ 6 × 6x + 1 ഡിവൈഡഡ് ബൈ 3 ഇത് പ്ലസ് 6 × 1 എന്ന് കിട്ടത്തില്ലേ? 6 × 1 എല്ലായിടത്തും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി 6 × x - 3 ഡിവൈഡ് ബൈ 6 അല്ലേ, അതും ചെയ്തു. ഇനി നമ്മൾ നോക്കിയേ, ഇവിടെ 6 × അല്ലേ, അപ്പോൾ ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. 3 × 2 6 അല്ലേ, അപ്പോൾ നമുക്ക് വെട്ടത്തില്ലേ? എന്നിട്ട് ഇവിടെ 2 ആണ് എഴുതാം അല്ലേ. 6 × 1 6 ആണ്. പിന്നെ ഇവിടെ കണ്ടോ 6ഉം 6ഉം അല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ നമുക്ക് രണ്ടും വെട്ടാൽ ഇവിടെ ഇൻറ്റു സിമ്പിൾ ആയതുകൊണ്ട് വെട്ടിക്കളയാം. അപ്പോൾ 2 ബാക്കി വന്നിരിക്കുന്നത് നോക്കിയാൽ 2 × ഒരു ബ്രാക്കറ്റ് എഴുതാം, ഈ ഒരു 6x + 1 അല്ലേ, അങ്ങനെ ബ്രാക്കറ്റ് എഴുതി. പ്ലസ് 6 × 1 എത്രയാണ്? 6 അല്ലേ, = ബാക്കി ഒരു x - 3 ഉണ്ട്, അത് എഴുതി. ഇനി ഈ ബ്രാക്കറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം അല്ലേ. അപ്പോൾ 2 × 6x എത്രയാണ്? 6 × 2 12, ഒരു x ബാക്കിയുണ്ട്, പ്ലസ് 2 × 1 എത്രയാണ്? 2 തന്നെയല്ലേ, പ്ലസ് ഒരു 6 = x - 3 അല്ലേ, അതും എഴുതി. ഇനി നമ്മൾ നോക്കിയാൽ 12x അങ്ങനെ തന്നെ എഴുതി. പ്ലസ് 6 + 2 എത്രയാണ്? 8 അല്ലേ, അത് എഴുതി. 6 7 8, പിന്നെ x - 3 അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മൾ x വന്നേക്കുന്നത് അല്ലെങ്കിൽ വേരിയബിൾ വന്നേക്കുന്ന ഒരു സൈഡിലാക്കുക. 12xൻ്റെ കൂടെ x-നെയും കൂടെ കൊണ്ടുവരുമ്പോൾ ഇത് +x ആയതുകൊണ്ട് ഇപ്പുറത്ത് വരുമ്പോൾ അത് -x ആവും. അതുപോലെ ഇവിടെ ഒരു -3 ഇല്ലേ, അത് അങ്ങനെ തന്നെ എഴുതി. ഇവിടെ ഒരു +8 അല്ലേ, അതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ -8 ആവത്തില്ലേ. അപ്പോൾ 12x - x, 12 ഇവിടെ 1 ഉണ്ടെന്ന് വിചാരിക്കണം. 12 - 1 എത്രയാണ്? 11 അല്ലേ, ബാക്കി എക്സും കൂടെ എഴുതി. ഇനി മൈനസും അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്, അപ്പോൾ പ്ലസ് അല്ലേ ചെയ്യേണ്ടേ. 8 + 3 എത്രയാണ്? 9 10 11, പിന്നെ മൈനസ് സിമ്പിൾ, ഇത് രണ്ടിനും മൈനസ് ആയതുകൊണ്ട് മൈനസ് സിമ്പിൾ തന്നെ വരും അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 11 × x എന്നല്ലേ, അപ്പോൾ 11 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും അല്ലേ. -11 അവിടെ തന്നെ ഉണ്ട്, ഈ 11 ഡിവൈഡഡ് ബൈ ആയി. മുകളിലും താഴെയും 11 ഉണ്ട്, അപ്പോൾ നമുക്ക് വെട്ടിക്കളയാം. എന്നിട്ട് 1 എന്നും എഴുതാം. അപ്പോൾ x എന്ന് പറയുന്നത് ഇവിടെ ഒരു മൈനസ് ഉണ്ട്, 1 എന്ന് കിട്ടി. 1 ഡിവൈഡഡ് ബൈ 1 1 തന്നെയല്ലേ, അപ്പോൾ x = -1 എന്ന് കിട്ടിയത് കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, അത് വേറൊരു മോഡലാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണേലും നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. = 2 × 3x - 1 + 7/2 എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കിയേ, 5x എന്ന് തന്നെ എഴുതി, -2ഉം ഇവിടെ ബ്രാക്കറ്റിലാണ് 2x - 7 വന്നിരിക്കുന്നത്. അപ്പോൾ ആ ബ്രാക്കറ്റ് നമുക്ക് പൊട്ടിച്ചിട്ട് എഴുതണം. അപ്പോൾ 2 കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്താൽ മതി. 2 × 2x എന്ന് പറയുന്നത് എത്ര? 2 × 2 4, ബാക്കി x എഴുതി അല്ലേ.
ഇനി നമ്മൾ നോക്കിയേ, ഇനി നമ്മൾ ഈ 2 എന്ന് പറയുമ്പോൾ ഈ ഒരു മൈനസ് ഇവിടെ ഉണ്ട്, അത് നമ്മൾ ആലോചിക്കണം കേട്ടോ. -2 ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ -2 × -7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്ലസ് അല്ലേ? രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ടിന് മൈനസ് ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് നമ്പർ ആയിട്ട് മാറും അല്ലേ? പോസിറ്റീവ് നമ്പർ ആയിട്ട് മാറും. അല്ലെങ്കിൽ മൈനസും ചേർന്ന് പ്ലസ് ആവും. പിന്നെ ബാക്കി 2 × 7 എത്രയാണ്? 14 അല്ലേ? അതെ, ഈക്വൽ ടു ഇവിടെ ഒരു ബ്രാക്കറ്റ് പൊട്ടിക്കാനില്ല, അത് നമ്മൾ ചെയ്യാം. 3x × 2 എത്രയാണ്? 3 × 2 6 അല്ലേ? ബാക്കി x എഴുതി. -2 × 1 2 പ്ലസ് ഒരു 7/2, അതങ്ങനെ തന്നെ എഴുതാവേ. ഇനി നമ്മൾ നോക്കിയേ, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നൊക്കെ അങ്ങ് ചെയ്യാം. 5x - 4x. അപ്പം നമ്മൾ ആദ്യം 5x - 4x നോക്കിയേ. 5 - 4 1 അല്ലേ? അപ്പോൾ 1 പിന്നെ x കൂടെ എഴുതി പ്ലസ് 14 അങ്ങനെ തന്നെ എഴുതി ഈക്വൽ ടു. ഇനി 6x -2 + 7/2. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചെറിയ ട്രിക്ക് ചെയ്യാം. ഇത്രയും പാടുള്ളതൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പാടായതുകൊണ്ട് ഇത് 7/2 അല്ലേ? അപ്പോൾ ഈ 2നെ -2 + 7/2 ചെയ്യാനായിട്ട് എളുപ്പത്തിന് ഇതിനെ നമ്മൾ 4/2 എന്ന് എഴുതി. 4/2 എന്ന് പറഞ്ഞാൽ എന്നാ? 2 × 2 അല്ലേ 4, അപ്പോൾ അതും 2 തന്നെയല്ലേ? അപ്പോൾ -4/2 എന്ന് എഴുതിയേ പ്ലസ് ബാക്കി ആ 7/2 അങ്ങനെ തന്നെ എഴുതി. ഇപ്പോൾ എന്താ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ രണ്ടും 2 തന്നെയല്ലേ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിന് പ്ലസ് മൈനസ് ഒക്കെ ചെയ്യത്തില്ലേ? ആ ന്യൂമറേറ്റർ അല്ലെ മുകളിലെ ഉള്ള ആ ഭാഗം മാത്രം ചെയ്യാം അല്ലേ? ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ നിൽക്കും. അതായത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനി നോക്കി 1x എന്ന് പറഞ്ഞാൽ x എന്ന് തന്നെയല്ലേ? പ്ലസ് 14 = 6x അങ്ങനെ തന്നെ എഴുതി. -4 + 7 എന്ന് പറയുമ്പോൾ മൈനസും പ്ലസോട് ചേർന്ന് മൈനസ് ചെയ്യണം അല്ലേ? മൈനസ് ചെയ്യണം. പിന്നെ വലിയ നമ്പറിന്റെ സിമ്പിൾ ഇടുക. ഇവിടെ വലിയ നമ്പർ 7 അല്ലേ ഇടാം? 7 പ്ലസ് അല്ലേ? അപ്പോൾ പ്ലസ് എന്നിട്ടു. എന്നിട്ട് മൈനസ് ചെയ്തേ 4 5 6 7 3 പിന്നെ /2 രണ്ടിനും സെയിം ആയതുകൊണ്ടേ അങ്ങനെ ചെയ്തു. ഇനി നമ്മൾ എക്സ് ഉള്ള ഭാഗമെല്ലാം ഒന്നിച്ചു കൊണ്ടുവരിക. എക്സ് 6x ഇപ്പുറത്തോട്ട് വരുമ്പോൾ -6x ആവും. ഇനി 3/2 അങ്ങനെ തന്നെ എഴുതി. ഈ +14 ഇപ്പുറത്തോട്ട് വരുമ്പോൾ -14 ആവും. ഓക്കെ, ഇനി x - 6x നമുക്ക് x1 - 6 എന്ന് വരും. അപ്പോൾ 5 വലിയ നമ്പർ മൈനസ് ഇടുക. വലിയ നമ്പർ 6 അല്ലേ? മൈനസ് അല്ലേ? അതിട്ടു. പിന്നെ x എന്ന് എഴുതി ഈക്വൽ ടു. ഇനി 3 നമുക്കറിയാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ 3 - 14 × 2 എത്രയാണ്? 28 എന്ന് ഇട്ടു. / ഒരു 2. ഈ ഒരു ഭാഗം ചെയ്തത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഒന്ന് പറയണം. അപ്പോൾ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ, വേറൊരു വീഡിയോ ആയിട്ട്. അപ്പോൾ -5x = 3 - 28 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നമ്മൾ ചെയ്ത് നോക്കാം. 28ഉം 3ഉം കൂടെ മൈനസ് ചെയ്ത് 3 4 5 6 7 8 5 പിന്നെ ഒരു 2 അല്ലേ? 25 എന്ന് കിട്ടി. വലിയ നമ്പറിൻ്റെ സിമ്പിൾ ഇവിടെ 28 അല്ലേ വലുതാണ്? അപ്പോൾ ആ -2 / 2. ഇനി നമ്മളൊരു കാര്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 25 / 2 ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ x ഉണ്ട്. ആ x എഴുതി ഈക്വൽ ടു ഈ -5 ഈ × x എന്നല്ലേ? അപ്പോൾ -5 ഇവിടെ വരുമ്പോൾ / ആവത്തില്ലേ? -25 / 2 × ഈ 5നെ ഇവിടെ എഴുതാം അല്ലേ? -5നെ ഇവിടെ എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 5ഉം 25 കട്ട് ചെയ്യത്തില്ലേ? 5 × 5 അല്ലേ 25. പിന്നെ ഈ മൈനസും കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 5/2 എന്ന് കിട്ടത്തില്ലേ? അതാണ് നമ്മുടെ x = 5/2 എന്ന് കിട്ടിയാണ്ടോ? ഇങ്ങനെയൊക്കെ ഇച്ചിരി ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കും. നമുക്ക് എക്സസൈസ് 2.2 ചെയ്യാവേ. എക്സസൈസ് 2.2ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. x / 2 - 1/5 = x / 3 + 1/4. ഇതെങ്ങനെ ചെയ്യും? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുക, എല്ലാം ഒരു ഫ്രാക്ഷൻ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ഈ എക്സ് അല്ലെങ്കിൽ വേരിയബിൾ ഉള്ളതിനെ ഒരു സൈഡിലാക്കാം. അപ്പോൾ x / 2 ഉണ്ട്. ഇവിടെ x/3 ലെ x/3 + x/3 അല്ലേ? ഇപ്പുറത്തോട്ട് വരുമ്പോൾ അത് -x/3 ആവും. പിന്നെ ഇവിടെ ഒരു 1/4 ഉണ്ട്, അതങ്ങനെ തന്നെ എഴുതി. ഈ -1/5നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ +1/5 ആവും. ഇനി നമ്മൾ സിമ്പിളായിട്ട് അങ്ങ് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇത് നമുക്കറിയാം, ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ? അതറിയാവോ? അറിയത്തില്ലെങ്കിൽ കമൻറ്റിൽ പറയാം. അപ്പം ആദ്യം നമ്മൾ x × 3 എന്ന് പറഞ്ഞാൽ 3x. ഇവിടെ ഒരു മൈനസ് സിമ്പിൾ അല്ലായിരുന്നു. അപ്പോൾ -2 × x 2x / 2 × 3 6 അങ്ങനെ കിട്ടും. ഈക്വൽ ടു ഇതും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 5 × 1 5 പ്ലസ് 4 × 1 4 / 5 × 4 20. മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി 3x - 2x എത്രയാണ്? x അല്ലേ? അല്ലെങ്കിൽ 1x അല്ലേ? 3 - 2 1 അല്ലേ? പിന്നെ x കൂടി ഇടും. 1 × x തന്നെ, അതുകൊണ്ട് അങ്ങനെ എഴുതി / 6 എഴുതിയേ. 5 + 4 എത്രയാണ്? 9 അല്ലേ? / ഒരു 20 ഉണ്ട് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ x കണ്ടുപിടിക്കുക. x / 6 അല്ലേ? 6 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ × 6 ആവത്തില്ലേ? 9 / 20 × 6. അപ്പോൾ നമുക്ക് x എന്ന് പറയുന്നത് 9 × 6 എത്രയാണ്? ഒരു 54 വരും അല്ലേ? 54 / 20 എന്ന് വരും. അപ്പോൾ നമുക്കറിയാം 2 കൊണ്ട് 54നെ 20നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. 2 × എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 54 / 2 ചെയ്താൽ നമുക്ക് കിട്ടും. 2 × 2 4 ഒരു 1 കിട്ടും. 4 കിട്ടും. 7 14 0 27 കിട്ടിയില്ലേ? പിന്നെ 2 × 10 അല്ലേ 20, അത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് x എന്ന് പറയുന്നത് ഒരു 27 / 10 എന്ന് കിട്ടി. മനസ്സിലായോടാ? ഇങ്ങനെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോണേ. അപ്പോൾ n / 2 - 3n / 4 + 5n / 6 = 21. ഇവിടെ നോക്കി, ഇതെല്ലാം ഫ്രാക്ഷൻ ഒന്നും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു 21 അല്ലേ? അത് ഫ്രാക്ഷൻ ഒന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ n ഉള്ള ഇത് മുഴുവൻ ഒരു സൈഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് LCM കണ്ടുപിടിക്കാം. 2ഉം 4ഉം 6ഉം വരുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ LCM എത്രയാണെന്ന് നോക്കാം. 2ഉം 4ഉം 6ഉം. അപ്പോൾ നമുക്ക് ആദ്യം 2 ഒരു പ്രൈം ഫാക്ടർ, അതുകൊണ്ട് എല്ലാത്തിനും ചെയ്യാം. 1 2 × 2 അല്ലേ 4 2 × 3 അല്ലേ 6 അത് ചെയ്തു. ഇനി നമുക്ക് 2 കൊണ്ട് ചെയ്യാം.
ഇപ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 1ഉം പിന്നെ ഈ 3 അങ്ങനെ 3 അയ്യോടാ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ ആദ്യം ഞാൻ ചെയ്തു. അപ്പോൾ 3 തന്നെ കിട്ടി. എന്നിട്ട് 3 കൊണ്ടും കൂടി ചെയ്തു. അപ്പോൾ 1ഉം പിന്നെ ഈ ഒരു 1ഉം കൂടി കിട്ടി. അപ്പം 3 × 2 6 6 × 2 12 എന്ന് കിട്ടിയോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചോദിക്കും നമ്മൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ ഈ 3 നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന്. അതുകൊണ്ട് നമ്മൾ 3 എന്ന് തന്നെ എഴുതി. ഓക്കെ, അങ്ങനെയാണ് LCM എടുക്കുമ്പോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 1, അപ്പോൾ ഇത് നമ്മൾ പിന്നെ 2 എഴുതി. അപ്പം 2 × 3 എന്താണെന്ന് നോക്കുക. 2 × 2 4 അല്ലേ, 4 × 3 എത്രയാ 12 അല്ലേ. നമുക്ക് 12 ആണ് LCM എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ അത് കാര്യമാക്കണ്ട. ആദ്യമുള്ള പ്രൈം ഫാക്ടർ 2 അല്ലേ, 2 കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം. അപ്പോൾ നമുക്ക് 2 ചെയ്യാം. അങ്ങനെ എഴുതിയിട്ട് മറ്റേ അങ്ങനെ തന്നെ എഴുതുക. ഇനി നമുക്ക് 3 കൊണ്ട് ചെയ്യണം. അങ്ങനെ അത് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് LCM കിട്ടി. ഇനി എല്ലാത്തിനെയും നമുക്ക് 12 കൊണ്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും ഒരു 12 ആക്കി മാറ്റണം, ആ ഒരു താഴ്ഭാഗം. മനസ്സിലായോ? അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ആലോചിക്കേണ്ടത് ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്റർ 12 ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 × എത്രയാണ് 12? 2 × 6 അല്ലേ 12? അപ്പോൾ നമ്മൾ മുകളിലും താഴെയും 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 6 × n ഡിവൈഡഡ് ബൈ 6 × 2 എന്ന് എഴുതുക. മനസ്സിലായോ? മുകളിലും താഴെയും ഒരുപോലെ ഡിവൈഡ് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല. അതുപോലെ 4 × എത്രയാണ് 12? 4 × 3 അല്ലേ 12? അപ്പോൾ മുകളിലും താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 3n ഡിവൈഡഡ് ബൈ 3 × 4 എന്ന് ചെയ്യണം. മനസ്സിലായോ? പ്ലസ് 5n പിന്നെ 6ഉം. 6 × എത്രയാണ് 12? 6 × 2 അല്ലേ 12? അപ്പോൾ 2 കൊണ്ട് മുകളിലും താഴെയും ചെയ്യാം. 2 × 5n ഡിവൈഡ് ബൈ 2 × 6 = 21. മനസ്സിലാകുന്നുണ്ടോ? 21 എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കിയേ, ഇനി നമ്മളിത് വെട്ടിയൊന്നും കളഞ്ഞേക്കരുത്. നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലല്ലോ ഇൻറ്റു ചെയ്തത്. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഭാഗം അങ്ങനെ തന്നെ എഴുതുക. 6n 6n എന്ന് തന്നെ എഴുതി. ഡിവൈഡ് ബൈ 6 × 2 12 മൈനസ് 3 × 3n 3 × 3 9 അല്ലേ, ബാക്കി n എഴുതി. ഡിവൈഡ് ബൈ 4 × 3 എത്രയാണ് 12 അല്ലേ, പ്ലസ് 5 × 2 10 പിന്നെ ഒരു n എഴുതി. ഡിവൈഡ് ബൈ 6 × 2 12 = 21 കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലായിടും 12ഉം കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ 6n മൈനസ് 9n പ്ലസ് 10n പിന്നെ ഒറ്റ ഇതായിട്ട് 12 എന്ന് എഴുതിയാൽ മതി. = 21. അപ്പോൾ നമുക്ക് 6n മൈനസ്, അപ്പോൾ ആദ്യം നമ്മൾ പ്ലസ് ഒക്കെ ചെയ്യാം. 6 + 10 എത്രയാ 16 അല്ലേ, ഒരു n ഉണ്ട്. പിന്നെ ഒരു മൈനസ് 9n ചെയ്ത് മനസ്സിലായോ? 6n + 10n ആദ്യം ചെയ്തു. അപ്പോൾ 16 എന്ന് കിട്ടും. 6 + 10 എന്നും കൂടെ എഴുതി. മൈനസ് 9n ചെയ്തു. ഡിവൈഡഡ് ബൈ 12 = 21 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 16 - 9 എത്രയാണെന്ന് നമ്മൾ നോക്കുക. അപ്പോൾ 9 10 11 12 13 14 15 16 7 അല്ലേ. അപ്പോൾ 7 n എഴുതി. ഡിവൈഡ് ബൈ 12 = 21. ഇനി നമുക്ക് 7n = എന്ത് എഴുതാം? 12 ഡിവൈഡഡ് ബൈ 12 അല്ലേ. അപ്പോൾ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ ഇൻറ്റു 12 ആവത്തില്ലേ. അപ്പോൾ ഇൻറ്റു 12 എന്ന് എഴുതി. അപ്പോൾ 7n = അപ്പോൾ നമ്മളിത് ഒന്ന് ജസ്റ്റ് സോൾവ് ചെയ്യാതെ വെക്കുവാണേ ഇതിനെ. അപ്പോൾ 7 × n ആയതുകൊണ്ട് ഇപ്പുറത്തോട്ട് 7 പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 7 ആവും അല്ലേ. 21 × 12 ഡിവൈഡഡ് ബൈ 7 ആവത്തില്ലേടാ ഈ 7 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് 7 × 3 അല്ലേ 21, അത് വെട്ടാവല്ലോ. 7 × 3 21. അപ്പോൾ n എന്ന് പറയുന്നത് 3 × 12 ആണ് കിട്ടി. അങ്ങനെ ചെയ്താൽ പോരെ. 12 × 3 3 × 2 6 3 × 1 3 അപ്പോൾ 36 ആണ് കിട്ടി. n എന്ന് പറയുന്നത് 36 ആണ്. മനസ്സിലായി? ഇങ്ങനെയാണ് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യണം. ഓക്കെ, ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ. അപ്പോൾ നല്ലതായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് 2-3 വട്ടമൊക്കെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് LCM എന്ന് പറയുന്നത് 12 കിട്ടി. അപ്പോൾ നമ്മളിപ്പം ഞാൻ പറയട്ടെ, എന്താ 12 കൊണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ഇൻറ്റു ചെയ്യുമെന്ന് വിചാരിച്ചു. 12 കൊണ്ട് ഇപ്പം ഇൻറ്റു ചെയ്തെന്ന് വിചാരിച്ചു, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ. എന്നാലും ഇവിടെ 6n എന്ന് നമുക്ക് കിട്ടും അല്ലേ. 2ഉം ഇതും കൂടെ കട്ട് ചെയ്ത് പോകുമ്പോഴത്തേനുമേ 2n എന്ന് കിട്ടും. അതും വിഷയമില്ല. അങ്ങനെ ഒന്ന് കിട്ടുമെന്നും കൂടെ നമുക്കൊന്ന് നോക്കാവേ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ 12 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെ എല്ലായിടത്തും 12 ആക്കാൻ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നോക്കുന്നതിനെക്കാട്ടിലും പാടുള്ളവരുണ്ടല്ലോ. അപ്പോൾ 12 കൊണ്ട് എല്ലായിടും ഒന്ന് ഇൻറ്റു ചെയ്യുക. 12 × n/2 മൈനസ് 12 × 3n ഡിവൈഡഡ് ബൈ 4 പ്ലസ് 12 × 5n ഡിവൈഡഡ് ബൈ 6 കാണാൻ പറ്റുന്നുണ്ടോ? = 21 × 12 എന്ന് എഴുതണം. അപ്പോൾ നമുക്ക് 2 × 6 ആണ് 12, 4 × 3 ആണ് 12, 6 × 2 ആണ് 12. അപ്പോൾ നമുക്ക് 6n എന്ന് കിട്ടി. മൈനസ് 3 × 3 9 പിന്നെ ഒരു n പ്ലസ് 2 × 5 10n എന്ന് കിട്ടി. = 21 × 12 എത്രയാ? 21 × 12 2 × 1 2 2 × 2 4 1ഉം പിന്നെ ഈ 2ഉം 2 5 2 252 എന്ന് കിട്ടി. അത് അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടിലും അങ്ങനെ തന്നെ വെച്ചേരെ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാം. ഇനി നമ്മൾ നോക്കി, ഇത് നമുക്ക് എന്താ ഇവിടെ കിട്ടിയത് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് 7n എന്നല്ലേ കിട്ടിയതെല്ലാം കൂടെ സോൾവ് ചെയ്തപ്പോൾ. അപ്പോൾ 7n = 21 × 12 ഇങ്ങനെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഇങ്ങനെ പാടുള്ളവരാണെങ്കിൽ 12 നമുക്ക് LCM ആണ് കിട്ടി കഴിയുമ്പോൾ എല്ലായിടത്തും 12 കൊണ്ടൊന്ന് ഇൻറ്റു ചെയ്താലും മതി. അങ്ങനെയും കിട്ടും. അപ്പോൾ 21 × 12 ഈ 7 നമുക്ക് ഡിവൈഡഡ് ബൈ ആവും. 7 × 3 12 അപ്പോൾ n = 3 × 12 36 ആണ്. ഇങ്ങനെ ചെയ്താലും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ അല്ലേടാ. എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഈ 3rd ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആരും വറി ചെയ്യണ്ട, ഇങ്ങനെയും ചെയ്യാം. അത് ചെയ്യാവുന്നൊന്ന് കാണിച്ചു തന്നെയാണ്. x + 7 മൈനസ് 8x/3 = 17 ഡിവൈഡഡ് ബൈ 6 മൈനസ് 5x ഡിവൈഡഡ് ബൈ 2. ഇതെങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക്
നിങ്ങളൊന്ന് നോക്കിക്കേ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചിലതൊക്കെ എന്തുവാ ഒരു ഫ്രാക്ഷനും ചിലതൊക്കെ ഫ്രാക്ഷൻ അല്ലാതെ ഉണ്ട്. അപ്പോൾ നമുക്കെന്നാൽ എൽ സി എം കണ്ടുപിടിക്കാം അല്ലേ? എൽ സി എം കണ്ടുപിടിച്ച് ചെയ്യാം. 3ഉം 6ഉം 2 അല്ലേ? അതിൻ്റെ എൽ സി എം അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ആദ്യം നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 2 കൊണ്ട് ചെയ്യുമ്പോൾ 3 അങ്ങനെ തന്നെ എഴുതി. 2 × 3 അല്ലേ 6. 2ൻ്റെ ഭാഗത്ത് 1 എന്ന് എഴുതി. അപ്പോൾ നമ്മൾ 3 കൊണ്ട് ചെയ്യണം ഇനി. അപ്പോൾ 3 × 1 1 പിന്നെ 1 എന്നിടുക. അപ്പോൾ 3 × 2 എന്നാ അല്ലേ? 3 × 2 6 ആണ് ഇവിടുത്തെ എൽ സി എം. അപ്പോൾ നമുക്ക് 6 കൊണ്ട് എല്ലായിടും അങ്ങ് ഇൻറ്റു ചെയ്യാം. 6 × x പ്ലസ് 6 × 7 മൈനസ്, മനസ്സിലാവുന്നുണ്ടോ? ഓരോ നമ്പറും ചെയ്യുക. 6 × 8x / 3 is equal to 6 × 17 / 6 മൈനസ് 6 × 5x / 2. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ചെയ്യുന്നത്? അപ്പോൾ 6 × x 6x പ്ലസ് 6 × 7 എത്രയാടാ? 7 6 42 അല്ലേ? അതെ. മൈനസ് പിന്നെ ഇവിടെ നോക്കിയേ, ഈ 3 × 2 അല്ലേ 6. അപ്പോൾ ഇത് വെട്ടത്തില്ലേ? അപ്പോൾ 2 എന്ന് എഴുതി. അപ്പോൾ 8 × 2 എത്രയാ? 16 അല്ലേ? പിന്നെ എക്സും കൂടെ എഴുതിയാൽ പോരെ? മനസ്സിലായോ? ആദ്യം നമ്മൾ 3 × 2 6 എന്ന് എഴുതി. 2 × 8 16 ആ എക്സും കൂടെ എഴുതി. ഇവിടെ ഈ 6ഉം 6ഉം വെട്ടത്തില്ലേ? ഇൻറ്റു അല്ലേ? അപ്പോൾ 17 കിട്ടത്തില്ലേ? മൈനസ് ഈ 2ഉം 6 നോക്കി. 2 × 3 അല്ലേ 6. അപ്പോൾ അത് വെട്ടിയിട്ട് 3 എന്ന് എഴുതത്തില്ലേ? 3 × 5 എന്നായി അല്ലേ? 5 3s 15 അല്ലേ? ബാക്കി ആ എക്സും കൂടെ എഴുതിയാൽ പോരെ? ഇനി നമുക്ക് എക്സ് ഉള്ളതെല്ലാം ഒന്നിച്ച് കൊണ്ടുവരാവേ. 6x പിന്നെ ഇവിടെ ഒരു മൈനസ് 16x ഇല്ലേ? അതും കൂടെ ഇവിടെ എഴുതി. ഈ മൈനസ് 15x ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് 15x ആവത്തില്ലേ? ഓക്കെ. ഇനി is equal to 17. പിന്നെ ഇവിടെ പ്ലസ് 42 ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് 42 എന്നാവും. ഇനി നമുക്ക് പ്ലസ് ചെയ്യുന്നൊക്കെ ചെയ്യാം. 6ഉം 15ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6ഉം 15ഉം പ്ലസ് ചെയ്യുവാണ്. 6 7 8 9 10 11 അപ്പം 2. അപ്പോൾ 21x എന്ന് കിട്ടും. ഇതും കൂടെ ചെയ്യുമ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ. പിന്നെ ഒരു മൈനസ് 16x ഉണ്ട്. ഈക്വൽ ടു 17 മൈനസ് 42. അപ്പോൾ 42ഉം 17ഉം കൂടെ മൈനസ് ചെയ്യുക. അപ്പോൾ 12 എന്ന് കിട്ടും. 7 8 9 10 11 12. അപ്പോൾ നമുക്കിവിടെ 25 എന്നാണ് കിട്ടുന്നത്. വലുതിൻ്റെ സിമ്പിൾ കൊടുക്കുക. 42 അല്ലേ ഇവിടെ വലുതാണ്, മൈനസ് അല്ലേ? ഇപ്പോൾ മൈനസ് കൊടുത്തേ. ഇനി 21 മൈനസ് 16 എത്രയാണ്? 21 16 16 17 18 19 20 21 5 അല്ലേ? അപ്പോൾ 5x എന്നല്ലേടാ? അപ്പോൾ 5x is equal to മൈനസ് 25 എന്ന് കിട്ടും. അപ്പോൾ x എന്ന് പറയുന്നത് 5 × x ആണ്. 5 ഡിവൈഡഡ് ബൈ ആവും അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ ആയാൽ 25 / 5 5 × 5 ആണ് 25. പിന്നെ ഈ മൈനസും കൂടി ഇട്ടാൽ x എന്ന് പറയുന്നത് -5 ആണ് നമുക്ക് കിട്ടും. അത്രേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലായോ? ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ ആണേ. x - 5 ഡിവൈഡഡ് ബൈ 3 is equal to x - 3 ഡിവൈഡഡ് ബൈ 5. ഇത് നമ്മൾ കുറച്ച് എളുപ്പമായിട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് അറിയാവോ? ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ 3ക്കും 5ക്കും കൂടെ അങ്ങനെയൊന്നും ഇല്ല, എൽ സി എം ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ എളുപ്പത്തിൽ ചെയ്യാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ 5 ഇങ്ങോട്ടും 5 കൊണ്ട് ഇങ്ങോട്ടും 3 കൊണ്ട് ഇങ്ങോട്ടും അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 5 നമ്മളിപ്പോൾ ഇങ്ങോട്ട് എടുത്തെന്ന് വിചാരിച്ചു. 5 ഇങ്ങോട്ട് എടുത്ത് കഴിഞ്ഞ് ബ്രാക്കറ്റിൽ x - 5 ഇടുക. ഇസ് ഈക്വൽ ടു ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് 3നെ ഇങ്ങോട്ടും കൊടുക്കണം. 3 × ബ്രാക്കറ്റിൽ x - 3 കൂടി ഇടുക. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഇത് ഡിവൈഡഡ് ബൈ 3 അല്ലേ? അപ്പോൾ ഈ ഈക്വൽ ടു സിമ്പിളിൻ്റെ ഇപ്പുറത്ത് പോകുമ്പോൾ അത് ഇൻറ്റു 3 ആതില്ലേ? അതുകൊണ്ട് ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു തന്നെയല്ലേ? അതുപോലെ ഇതും x - 3 ഡിവൈഡഡ് ബൈ 5 അല്ലേ? ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ അത് ഇൻറ്റു 5 എന്നാകത്തില്ലേ? അപ്പോൾ 5 അങ്ങനെ ചെയ്തു, അത്രേ ചെയ്തോളൂ. ഇനി നമുക്ക് സോൾവ് ചെയ്യാം. 5 × x 5x മൈനസ് 5 × 5 25 is equal to 3 × x എത്രയാണ്? 3x അല്ലേ? മൈനസ് 3 × 3 9. ഇനി x ഉള്ളവർക്ക് ഒന്നിച്ച് കൊണ്ടുവരാം. 3x - 3x ആവും. ഇവിടെ ഒരു -9 ഉണ്ട്. -25 പുറത്ത് വരുമ്പോൾ +25 ആവും. ഇനി 5x - 3x എത്രയാണ്? 2x അല്ലേ? 5 - 3 2. പിന്നെ x -9 + 25. അപ്പോൾ 25ഉം 9ഉം കൂടെ മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് 9 10 11 12 13 14 15 6 കിട്ടും, ഒരു 1. അപ്പോൾ 16 എന്ന് കിട്ടും. പിന്നെ വലിയതിൻ്റെ സിമ്പിൾ കൊടുക്കുക. 25 വലുത് പ്ലസ് ആണ്, അതുകൊണ്ട് അങ്ങനെ എഴുതിയാൽ മതി. x എന്ന് പറയുന്നത് 2 × x ആയതുകൊണ്ട് 2 ഡിവിഷൻ ആവും അല്ലേ? അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ x എന്ന് പറയുന്നത് 2 × എത്രയാടാ? 16. 2 × 8 അല്ലേ 16. അപ്പോൾ x എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി. മനസ്സിലായോ? അങ്ങനെയാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. 3t - 2 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2t + 3 ഡിവൈഡഡ് ബൈ 3 is equal to 2/3 - t. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് അറിയാം ഈ ടിക്ക് ഡിവൈഡഡ് ബൈ ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് എന്തെങ്കിലും ആക്കി എഴുതുക. അല്ലെങ്കിൽ നമുക്ക് ആദ്യം എൽ സി എം അങ്ങ് എടുക്കാം. അപ്പോൾ എൽ സി എം എടുക്കുമ്പോൾ ഇവിടെ 4ഉം ഉണ്ട് 3യും ഉണ്ട്. അതിൻ്റെ എൽ സി എം അല്ലേ എടുക്കേണ്ടത്? 4ഉം 3യും ഒരു 3യും കൂടി ഇല്ലേ? ഈ ഒരു 3യും കൂടി എടുക്കാം. അപ്പോൾ 4ഉം 3യും 3യും അത് 3 എടുത്താൽ മതി നീ കേട്ടോ. 2 3 ഒന്നും എടുക്കണ്ട. അപ്പം ആദ്യം 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 × 2 4 3യും 3യും അങ്ങനെ തന്നെ നിൽക്കും. അപ്പം പിന്നെ ഒരു 3യും കൂടെ ഒരു 2ഉം കൂടെ ഇടണം അല്ലേ? ഇവിടെ ഒരു 2 ഇല്ലേ? അപ്പോൾ 1ഉം 3യും 3യും പിന്നെ നമ്മൾ 3 കൊണ്ട് ചെയ്യാം. അപ്പോൾ 3 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 1ഉം 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 കിട്ടും. അപ്പോൾ 3 × 2 6 6 × 2 12. ഇവിടെ എൽ സി എം എന്ന് പറയുന്നത് 2 × 2 × 3 ആണ്. അപ്പോൾ നമുക്ക് എന്താ 2 × 2 4 4 × 3
12. അപ്പോൾ LCM എന്ന് പറയുന്നത് 12 ആണ് കിട്ടി. ഇനിയില്ലേ നമുക്ക് ഇപ്പുറത്തോട്ട് എഴുതാം ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. LCM 2 ആണ് കിട്ടിയല്ലോ. നമ്മൾ ഇവിടെ ഒന്ന് എഴുതുവാണേ. അപ്പോൾ ഈ 5th ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്ത് എഴുതുക. 3t - 2 / 4 - 2t + 3 / 3 = 2/3 - t എന്ന് കിട്ടും. അപ്പോൾ LCM നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് 12 ആണ്. അപ്പോൾ 12 കൊണ്ട് എല്ലാവരും നമുക്ക് അങ്ങ് ഇൻറ്റു ചെയ്യാം. ഓക്കെ, ഇവിടെ ഒന്ന് നമുക്കൊരു സെപ്പറേഷൻ കൊടുക്കാവേ. അപ്പോൾ 12 × 3t - 2 / 4 - 12 × 2t + 3 / 3 = 12 × 2/3 അല്ലേ -12 × t എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കിയാൽ 4 × 3 അല്ലേ 12, അങ്ങനെ എഴുതി. 3 × 4 അല്ലേ 12, അത് എഴുതി. 3 × 4 ആണ് 12. ഇവിടെ അങ്ങനെ തന്നെ. അപ്പോൾ നമുക്ക് എഴുതാം 3 × 3t - 2 എന്നല്ലേ -4 × 2t + 3 എന്നല്ലേ = പിന്നെ 4 × 2 അല്ലേടാ, 4 × 2 8 എന്നങ്ങ് എഴുതാം അല്ലേ. -12 × t 12t. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 3 × 3 9, പിന്നെ ഒരു t ഉണ്ട്. -3 × 2 6 അല്ലേ, അങ്ങനെ എഴുതി. -4 × 2t, അപ്പം 4 × 2 8, പിന്നെ ആ ടീയും കൂടെ എഴുതുക. പിന്നെ മൈനസ് ഉണ്ട്, മൈനസും പ്ലസോടെ ചേർന്ന് മൈനസ് തന്നെയാണല്ലോ. അപ്പോൾ 4 × 3 12. ഓക്കെ, = മനസ്സിലായോ? മൈനസും പ്ലസും അപ്പം മൈനസ് ആവും, അതാ ഈ മൈനസ്. = 8 - 12t എന്ന് എഴുതാം. ഇനി നമുക്ക് t ഉള്ള എല്ലാം ഒന്നിച്ച് കൊണ്ടുവരാവേ. ആദ്യം നമുക്ക് ഒന്നിച്ച് കൊണ്ടുവരാം. 9t, ഇവിടെ 8t -8t ഉണ്ട്. ഇനി ഇവിടുത്തെ 12t -12t അല്ലേ, ഇപ്പുറത്തോട്ട് വരുമ്പം +12t എന്നാവും. = 8. ഈ -6 ഇപ്പുറത്ത് വരുമ്പോൾ +6 ആവും. അതുപോലെ -12 ഇപ്പുറത്ത് വരുമ്പോൾ +12 ആവും. മനസ്സിലായോ? ഇനി നമുക്ക് 9 - 8 എത്രയാ? 1 അല്ലേ. അപ്പോൾ നമുക്ക് t എന്ന് എഴുതിയാൽ പോരെ. 1 × t തന്നെ പ്ലസ് ഒരു 12t ഉണ്ട്. = 8 + 6 എത്രയാ? 9 10 11 12 13 14 +12 അല്ലേ. ഓക്കെ, ഇനി 12 + 1 13, പിന്നെ ഒരു tയും കൂടെ ഉണ്ട്. ഇനി 14 + 12 എത്രയാ? 4 5 6 26 എന്ന് കിട്ടും. t എന്ന് പറയുന്നത് 26 / 13. 13 × 2 എത്രയാ? 6 26. 13 × 2 ആണ് 26. അപ്പോൾ t എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. 13 × 2 അല്ലേ 26. t എന്ന് പറയുന്നത് 2 കിട്ടും. മനസ്സിലായോടാ? t 2 കിട്ടിയത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്കെന്നാൽ 6th ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, 6th ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ 6th ക്വസ്റ്റ്യൻ? 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് m - 1 / 2 = 1 - m - 2 / 3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് LCM എടുക്കാം കേട്ടോ, അല്ലേ. ചിലതിനൊക്കെ ഫ്രാക്ഷൻ ഉണ്ട്, ചിലതിന് ഫ്രാക്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ LCM എടുക്കുക. 2ൻ്റെയും 3യുടെയും കൂടെ LCM. 2ഉം 3യും ആദ്യം 2 കൊണ്ട് ചെയ്യുമ്പോൾ 1ഉം 3 എന്നും കിട്ടും. പിന്നെ 3 കൊണ്ട് ചെയ്യുമ്പോൾ 1ഉം 1 കിട്ടും. അപ്പോൾ 2 × 3 എന്ന് പറയുന്നത് 6 ആണ് നമ്മുടെ LCM. മനസ്സിലായോ LCM കിട്ടിയത്? അപ്പോൾ 6 കൊണ്ട് എല്ലായിടും അങ്ങ് ഇൻറ്റു ചെയ്യാം. 6 × m 6m - 6 × m - 1 / 2 = 6 × 1 6 അല്ലേ -6 × m - 2 / 3. ഓക്കെ, അപ്പോൾ നമുക്ക് 6m - 2 × 3 അല്ലേ 6, അപ്പോൾ 3 × m - 1 = 6 - 3 × 2 അല്ലേ 6, അപ്പോൾ 2 × ഈ m - 2 കൂടി എഴുതി. ഇനി 6m - 3m -3m അല്ലേ, -3 × m, അപ്പോൾ -3m എന്ന് കിട്ടും. മൈനസും മൈനസും പ്ലസ് ആവും. 3 × 1 3 ആവും. ഓക്കെ, 6 - -2 × m -2m -2 × -2, അതായത് മൈനസും മൈനസും പ്ലസ് ആയിട്ട് 2 × 2 4 കിട്ടും. അങ്ങനെയാണെങ്കിൽ m മാത്രമുള്ള എഴുതി കേസ് ഇതെല്ലാം എഴുതി. ഈ -2m ഇപ്പുറത്ത് വരുമ്പോൾ +2m ആവും. = 6 ഉണ്ട്, ഇവിടെ ഒരു +4 ഉണ്ട്. ഈ +3 ഇപ്പുറത്ത് വരുമ്പോൾ -3 ആയി. 6 - 3 എത്രയാ? 3 അല്ലേ, പിന്നെ m കൂടെ എഴുതി പ്ലസ് ഈ 2m എഴുതി. = അപ്പോൾ 6 + 4 എത്രയാ? 10 അല്ലേ, പിന്നെ ഒരു -3 കൂടെ എഴുതി. 3 + 2 എത്രയാ? 5 അല്ലേ, ആ m കൂടെ എഴുതി. 10 - 3 എത്രയാ? 7 അല്ലേ. അപ്പോൾ m എന്ന് പറയുന്നത് 5 × m ആയതുകൊണ്ട് 7. 5 ഇപ്പുറത്ത് വരുമ്പോൾ /5. m എന്ന് പറയുന്നത് 7 / 5 ആണ്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇന്ന് ചെയ്ത എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ബൈ.